പ്രതിപക്ഷം കൂടുതൽ കരുത്താർജിച്ചു വരികയാണ്. ഇനി അടുത്ത കരുത്ത് കാണാൻ പോകുന്നതേ ഉള്ളൂ. അഭി പിക്ചർ ബാക്കി ഹേ. എന്താ സംഭവം? ബീഹാറിൽ വരാൻ പോകുന്ന റാലി, ബീഹാറിലെ വോട്ടധികാർ യാത്ര നടത്താൻ പോകുന്നത് രാഹുൽ ഗാന്ധി, പിന്തുണയായിട്ട് വരുന്നത് തേജസ്വി യാദവ്, ഒപ്പം അഖിലേഷ് യാദവും കൂടി ഇറങ്ങുമ്പോൾ കളി മാറാൻ പോവുകയാണ് സുജയ. അത് ഓഗസ്റ്റ് മാസം 17-ാം തീയതി മുതൽ സെപ്റ്റംബർ മാസം 11-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന വോട്ടധികാർ യാത്രയുണ്ടല്ലോ. അതോടുകൂടി ഇന്ത്യ മുന്നണിയുടെ കരുത്ത് എന്താണെന്നറിയും. അത് കഴിഞ്ഞാൽ പിന്നീട് എന്താ? അടുത്ത വർഷം ഇലക്ഷൻ നടക്കാൻ പോകുന്ന വെസ്റ്റ് ബംഗാൾ. മമതാ ബാനർജിക്ക് അറിയാം, അവിടെ വെല്ലുവിളി ഉയർന്നു കഴിഞ്ഞു. ഞങ്ങളുടെ വോട്ടർ പട്ടികയിലെ ഏതെങ്കിലും ഒരു യഥാർത്ഥ വോട്ടറെ ഇലക്ഷൻ കമ്മീഷൻ മാറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ വിവരമറിയും എന്നാണ് തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. ബീഹാറിലെ കളിയുമായിട്ട് വെസ്റ്റ് ബംഗാളിലേക്ക് പോകാൻ കഴിയില്ല. വെസ്റ്റ് ബംഗാളിൽ ഇതിനകം പ്രതിരോധം തീർത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ വരുന്നത് തമിഴ്നാട് ഇലക്ഷനും കേരള ഇലക്ഷനുമാണ്. വോട്ടർ പട്ടികയിലെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന പേരിൽ ആളുകളെ, ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ മരിച്ച മനുഷ്യരായി കണക്കാക്കി ഡിലീറ്റ് ചെയ്യുന്ന ആ പ്രതിഭാസവുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നാൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നതിനെ എതിർക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 22 ലക്ഷം പേരാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ അവർ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു എന്ന കണക്കിൽ പറയുന്നത്. ഇതിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമുക്കറിയില്ല. രാഹുൽ ഗാന്ധി ചായ കുടിച്ചത് 7 മരിച്ചുപോയ മനുഷ്യരെന്ന വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട മനുഷ്യർക്കൊപ്പമാണ്. അങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുത്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ.